വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങി 7 മണിയോടെ അവസാനിക്കുന്ന ട്യൂണ ഫിഷിംഗ്. മാക്സിമം 2 ആൾക്ക് മാത്രം സഞ്ചരിക്കാനാകുന്ന ചെറുവള്ളത്തിൽ നടുക്കടലിലേക്ക് 2 മണിക്കൂറോളം നിർത്താതെ ഓടുന്ന ബോട്ടിൽ നിന്നും ചൂണ്ട മാത്രം ഉപയോഗിച്ച് പിടിക്കുന്ന ട്യൂണ മത്സ്യങ്ങൾ. ഉദയസൂര്യനെ കണ്ടുകൊണ്ട് കടലിൻ്റെ മടിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് സ്റ്റേ ട്യൂൺഡ്. രാവിലെ 4:45 പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. 5:15 പോകാമെന്നായിരുന്നു തീരുമാനം. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എത്തി. ഐലൻഡിലെ സോളാർ പാനലിൽ നിന്നും പ്രവർത്തിക്കുന്ന ലൈറ്റുകളാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഐലൻഡിൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ വെളിച്ചം നമ്മളെ വെൽക്കം ചെയ്യുന്നത് പോലെ തോന്നും. അതും ചിന്തിച്ച് നിന്നപ്പോഴേക്ക് ഖലീൽ സാർ എത്തി. ഇന്ന് ഞാനും ഖലീൽ സാറും കൂടിയാണ് ഫിഷിങ്ങിന് പോകുന്നത്. വളരെ ചെറിയൊരു ബോട്ടാണ് ഇത്. ഇദ്ദേഹം ഒരു ഹോബി എന്നോണമാണ് ഫിഷിങ്ങിന് പോകുന്നത്. അതിനായി വാങ്ങിയിരിക്കുന്ന ഒരു ബോട്ടാണിത്. കൂടെ ഒരു പാർട്ട് ടൈം ജോബ് പോലെ ചെറിയ വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഖലീൽ സാറിന് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഞാൻ മുൻപൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് ഏകദേശം 2 മില്യണിലധികം ആളുകൾ കണ്ടതാണ്. ഖലീൽ സാർ വന്നപ്പോൾ തന്നെ ബോട്ടിൻ്റെ കെട്ടൊക്കെ കഴിച്ച് റെഡിയായി കേട്ടോ. ഞാനും പതിയെ ബോട്ടിലേക്ക് കയറി. ഈ സമയത്ത് ഏകദേശം 10ഓളം ചെറു ബോട്ടുകൾ ഫിഷിങ്ങിനായി ഈ ഐലൻഡിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അവർ ഓരോരുത്തരായി പോകുന്നത് കാണാമായിരുന്നു. സത്യത്തിൽ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. ഇത്രയും ചെറിയ ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെ നീന്തൽ അറിയാവുന്നത് കൊണ്ടും ഖലീൽ സാർ കൂടെ ഉള്ളത് കൊണ്ടും പോകാമെന്ന് വിചാരിച്ചതാണ്. You have extra? Yes. Then. സിംഗിൾ എഞ്ചിൻ വെച്ചൊരു ബോട്ടാണിത്. അദ്ദേഹം പതിയെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു കേട്ടോ. ഐലൻഡിൽ നിന്നും അകന്നു പോകുന്തോറും ഇരുട്ട് കൂടി വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങളിന്ന് മീനും പിടിച്ചുകൊണ്ടേ വരൂ. നമ്മൾ ഏകദേശം 15 മിനിറ്റോളം യാത്ര ചെയ്ത് ആഴം കൂടിയ പ്രദേശത്തേക്ക് എത്തിയിട്ടോ. ഖലീൽ സാർ പതിയെ ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ട്യൂണയ്ക്ക് വേണ്ടിയുള്ള ലൂറാണ് ഇതിൽ കണക്ട് ചെയ്തേക്കുന്നത്. എന്നാലും കിങ് ഫിഷ്, ട്രവേലി, ഗ്രൂപ്പർ അങ്ങനെയുള്ള മീനൊക്കെ ഇതിൽ കുടുങ്ങാറുണ്ട് കേട്ടോ. പൊതുവേ മീൻ കിട്ടാതെ തിരിച്ചു പോകുന്നത് വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ്. ഏകദേശം 100-150 മീറ്ററോളം ലൈൻ നീട്ടിയിട്ട് ബോട്ട് നിർത്താതെ ഓടിച്ചാണ് ഈ ഫിഷിംഗ് രീതി. ഞങ്ങളങ്ങനെ ഒരു ലൈൻ സെറ്റാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്തായി ചെറിയ ബോട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേ ഫിഷിംഗ് രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മറ്റു വലിയ ഫിഷിംഗ് ബോട്ടുകളെ പോലെ അടിയിൽ മീനുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആഴം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളൊന്നും ഇതിലില്ല. ഇതൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്നതാണ്. ഖലീൽ സാർ ലൈൻ പിടിച്ചിരിക്കുന്നതിനൊപ്പം ബോട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മെയിൻ ഉദ്ദേശം വീഡിയോ എടുക്കലായതുകൊണ്ട് കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് ചൂണ്ടയിടാമെന്ന് ഞാനും വിചാരിച്ചു. സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. നമ്മൾ വന്നിട്ട് ഏതാണ്ട് 45 മിനിറ്റോളമായി. ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല. അടുത്തുള്ള 1-2 ബോട്ടുകൾ നിർത്തിയിരിക്കുന്നത് കണ്ടു. ബോട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ്. സാധാരണ ചെറു ബോട്ടുകളിൽ ഒരാൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ മീൻ അടിച്ചാൽ ബോട്ട് നിർത്തിയിട്ട് വേണം ലൈൻ വലിച്ചെടുക്കാൻ. 2 ദിവസമായിട്ട് മീൻ പൊതുവേ എല്ലാവർക്കും കുറവാണ് കിട്ടുന്നതെന്ന് ഇറങ്ങിയപ്പോഴേ ഖലീൽ സാർ പറഞ്ഞായിരുന്നു. സൂര്യൻ പതുക്കെ നമ്മൾ എത്തി നോക്കി തുടങ്ങിയിട്ടുണ്ട്. നടുക്കടലിൽ ഒരു ചെറിയ വള്ളത്തിൽ ഇരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾക്ക് മനുഷ്യനെ ഊർജ്ജസ്വലനാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആ ഊർജ്ജത്തിൽ ഞാനും ചൂണ്ട സെറ്റ് ചെയ്ത് കാത്തിരിപ്പ് തുടങ്ങി. ഇടയ്ക്ക് അടുത്തുള്ള വള്ളങ്ങളിൽ നിന്ന് മീൻ കിട്ടിയവർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പൊക്കി കാണിച്ചു തന്നു. മീൻ കാണിച്ചു തന്ന ചേട്ടനോടൊരു നന്ദിയും പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. പെട്ടെന്ന് ഖലീൽ സാറിൻ്റെ ചൂണ്ടയിൽ ഒരുത്തൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ബോട്ട് ഓഫ് ചെയ്ത് ചൂണ്ട വലിക്കാൻ തുടങ്ങി. മീൻ കുടുങ്ങിയാൽ പിന്നെ ഇതാണ് കുറച്ച് കഷ്ടപ്പാടുള്ള പണി. 100-150 മീറ്റർ ലൈൻ വലിച്ചു കയറ്റണം. അതിനിടയ്ക്ക് മീൻ ഊരിപ്പോകാനുള്ള ചാൻസും സ്രാവ് പോലുള്ള വലിയ മീനുകൾ വന്ന് ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ കഴിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഫൈനലി നമുക്കൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് റീ ഫിഷ് നോ? നല്ല ദൂരമുണ്ട് കേട്ടോ ലൈൻ. നല്ല ദൂരം എന്ന് വെച്ചാൽ നല്ല ദൂരമുണ്ട്. ഞാനിട്ടിരുന്ന ലൈൻ ഇപ്പോൾ ഞാൻ വലിച്ചെടുത്തു. ഒരെണ്ണത്തിൽ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റത് വലിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ആദ്യം വലിച്ചെടുത്തു. ഒരു 5 മിനിറ്റെങ്കിലും അത് വലിച്ചിട്ടുണ്ടാകും.
എന്തായാലും നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ അവനെ ബോട്ടിനോട് അടുപ്പിക്കാൻ പറ്റി. ചൂണ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ നോക്കി വന്നവൻ ഇവനല്ല. ഇത് നമ്മുടെ നാട്ടിലെ കേര എന്നറിയപ്പെടുന്ന ഇനമാണ്. പല നാട്ടിലും പല പേരായിരിക്കും കേട്ടോ ചിലപ്പോൾ. യെല്ലോഫിൻ ട്യൂണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തത്. കിട്ടിയത് ഇവനും. യെല്ലോഫിൻ ട്യൂണ നമ്മുടെ നാട്ടിലെ കേര എന്നറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ശരിക്കും നേരം വെളുത്തിരുന്നു. അടുത്ത മീൻ അടിക്കാനായി ചൂണ്ട അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കാത്തിരുന്നു. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ, ഇത് സർഫിങ്ങിന് വിദേശികൾ കൂടുതലായി വരുന്നൊരു പ്രദേശമാണ്. ഇവിടെ തിരകൾക്ക് നല്ല ശക്തിയാണ്. കണ്ടില്ലേ, സാധാരണയിൽ കൂടുതൽ ഹൈറ്റിലാണ് ഇവിടെ തിരകൾ. ഐലൻഡിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ അടിത്തട്ട് നന്നായി കാണാനാകും. കാണുമ്പോൾ ഒരു പക്ഷേ ആഴം കുറവാണെന്ന് തോന്നുമെങ്കിലും നല്ല ആഴമുണ്ട് കേട്ടോ. അടിയിൽ കോറലും വെളുത്ത മണലും ഉള്ളത് കൊണ്ടാണ് അടിത്തട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. സമയം ഇപ്പോൾ 7 മണിയായി. അപ്പോഴേക്കും അത്യാവശ്യം വെയിലായി തുടങ്ങി. നമ്മൾ തിരിച്ച് ഐലൻഡിൻ്റെ കവാടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ പോകുന്ന ബോട്ടുകളൊക്കെ തന്നെ തിരിച്ചെത്തി തുടങ്ങിയിരുന്നു. എല്ലാവർക്കും ഇന്ന് മീൻ കുറവാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഐലൻഡ്. കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഖലീൽ സാർ പതിയെ ബോട്ട് കരയോട് അടുപ്പിച്ചു. സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുന്ന ബസ്സുകൾ പോലെ വരിയായി നിർത്തിയിരിക്കുന്ന ബോട്ടുകൾ. ബോട്ടുകളിൽ നിന്നുള്ള ഓയിലും മറ്റും വേണം ഇവിടുത്തെ വെള്ളത്തിന് വേറൊരു കളറായിട്ടുണ്ട്. എനിക്കും ഖലീൽ സാറും ഇനി ചെന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അങ്ങനെ ഖലീൽ സാറിനോട് യാത്ര പറഞ്ഞ് ഞാനും ഇറങ്ങി നടന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.